ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മോംസ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയൊരു ഫ്ലവർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് സ്റ്റിച്ചുകളൊക്കെ പഠിച്ചിരുന്നു. ആ സ്റ്റിച്ച് വെച്ചാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ത്രെഡും ഹുക്കും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് സ്ലിപ്പ് നോട്ട് ഇടാം. സ്ലിപ്പ് നോട്ട് ഇടാൻ ഞാൻ പഠിപ്പിക്കണ്ടല്ലോ അല്ലേ. സ്ലിപ്പ് നോട്ട് ഇട്ട ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു 7 ചെയിൻ ആവശ്യമാണ്. അപ്പോൾ ആ ചെയിൻ നമുക്കിടാം. ചെയിൻ സ്റ്റിച്ച് ഇടാനും സ്ലിപ്പ് നോട്ട് ഇടാനും ഒക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമുക്കിപ്പോൾ 7 ചെയിനായി. ഇതൊരു സർക്കിളാക്കാൻ വേണ്ടി നമ്മുടെ ഫസ്റ്റ് ഇട്ട ചെയിനിലേക്ക് ഹുക്ക് കയറ്റി യാണ് 2 ലൂപ്പിലൂടെയും പുറത്തേക്ക് ഇങ്ങനെ വലിക്കുക. അപ്പോൾ അവിടെ ഒരു സർക്കിൾ വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ഈ സർക്കിളിൻ്റെ അകത്തോടെ ചെയ്യാം. കാരണം ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ സർക്കിളിൻ്റെ അകത്താണ്. നേരത്തെ ത്രെഡിൻ്റെ അകത്താണെങ്കിൽ ഇനി സർക്കിളിൻ്റെ അകത്ത്. എന്നിട്ട് 2 ചെയിൻ സ്റ്റിച്ച് ഇടുക. ചെയിൻ സ്റ്റിച്ച് ഇട്ട ശേഷം നമുക്ക് 3 ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ട്രിപ്പിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ 2 തവണ ഇങ്ങനെ ഹുക്ക് യാണിലൂടെ ചുറ്റുക. എന്നിട്ട് ഇങ്ങനെ യാൺ വലിച്ചതിന് ശേഷം ആദ്യത്തെ 2 ലൂപ്പിലൂടെ യാൺ ഇറക്കുക. എന്നിട്ട് രണ്ടാമത് 2 ലൂപ്പിലൂടെ ഇറക്കുക. ലാസ്റ്റ് വരുന്ന 2 ലൂപ്പിലൂടെ കൂടെ ഇറക്കുക. അങ്ങനെയാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് 2 ട്രിപ്പിൾ ക്രോഷ്യ ആവശ്യമാണ്. അതുകൂടി നമുക്കിടാം. അപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യയും സിംഗിൾ ക്രോഷ്യയും ഡബിൾ ക്രോഷ്യയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു 2 പാർട്ടായിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കാണാത്തവർ അത് കയറി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ കുറച്ചുകൂടെ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഇപ്പോൾ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. എന്നിട്ട് പഴയ പോലെ 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഒരു സിംഗിൾ ക്രോഷ്യം കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പൂവിൻ്റെ ഒരിതിളിവിടെ സെറ്റായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടണം. കാരണം നമുക്ക് ഒരു 5 ഇതളൂടെ ഇപ്പോൾ ഇടാനുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നീക്കുക. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ഇതളിന് വേണ്ടി ഇതേ സെയിം പാറ്റേൺ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതായത് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻ സ്റ്റിച്ച് ഇടുക, 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. നമുക്കിത് കാണാപ്പാഠം പഠിക്കാനാണെങ്കിലും നല്ല ഈസിയാണ്. കാരണം ഒരു സിംഗിൾ ക്രോഷ്യ 2 ചെയിന് 3 ട്രിപ്പിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ 2 ചെയിന് 3 ട്രിപ്പിൾ ക്രോഷ്യ, അങ്ങനെ ഓർത്തിരുന്നാൽ നമുക്ക് ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ 3ാമത്തെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. എന്നിട്ട് 2 ചെയിനിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ കൂടെ ചെയ്തു. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇതള് ഇവിടെ സെറ്റായിരിക്കുന്നു. ഇനി നമുക്ക് 3 ഇതളുകളൂടെ വേണം. അപ്പോൾ രണ്ടാമത്തെ ഇതള് നമ്മളത് പഴയതുപോലെ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണേ. ഇനിയിപ്പോൾ ഞാൻ പറയണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് തന്നെ സിംഗിൾ ക്രോഷ്യ ആദ്യം ചെയ്യുക. അതിനുശേഷം 2 ചെയിൻ സ്റ്റിച്ച് ഇടുക, 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. അതിനുശേഷം 2 ചെയിൻ സ്റ്റിച്ചിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ഇനി 3 തവണയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ 5 ഇതളുകളുള്ള ഒരു പൂവ് റെഡിയായിരിക്കും. ഇത് ഈ കുഞ്ഞിപ്പിള്ളേരുടെയൊക്കെ ഹെയർ ബാൻഡുകളിലും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും. ഞാൻ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ ആ പഠിച്ച സ്റ്റിച്ചുകളൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ഉണ്ടാക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് പഴയ പോലെ തൊപ്പിയും ഉടുപ്പുകളും സെറ്റർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഇടാം. ഞാനിങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുന്നത് ഒരു പേപ്പറിൽ എഴുതിയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഓരോ സ്റ്റിച്ചുകളും മറക്കാതിരിക്കും. നമുക്കിനി 2 ഇതളുകളൂടെ വേണം. അതിനായിട്ട് നമ്മളത് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ഇട്ടു, 2 ചെയിൻ ഇട്ടു, എന്നിട്ട് 3 ട്രിപ്പിൾ ക്രോഷ്യ ഇടുക. എന്നിട്ട് പഴയ പോലെ തന്നെ 2 ചെയിൻ ഇടുക, ഒരു സിംഗിൾ ക്രോഷ്യ ഇടുക. അങ്ങനെ 2 ഇതളുകളൂടെ നമ്മൾ സെറ്റാക്കണം. സത്യം പറഞ്ഞാൽ ക്രോക്കറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈക്കൊരു വഴക്കം കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് അലങ്കാരത്തിനാണെങ്കിലും അല്ലാണ്ട് നമുക്ക് ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ക്രോഷറ്റ് കൊണ്ട് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്.
അങ്ങനെ നമ്മൾ 4ാമത്തെ ഇതൾ കഴിഞ്ഞു. എന്നിട്ട് ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി ഒരു ഇതളിനോടുള്ള സ്പേസ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 ഇതളാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു ഇതൾ എക്സ്ട്രാ ഇടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇടാൻ പറ്റും. പക്ഷേ നമുക്ക് ആ ഒരു പൂ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലൊന്നും വരത്തില്ല. മൊത്തം ചുളുങ്ങിക്കൂടി ഒരു പരുവമായി പോവും. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഒരു 5 സ്റ്റിച്ചിനുള്ളത് ഇട്ടത്. ഇതിപ്പോൾ ഞാനിപ്പോൾ 7 ചെയിൻ സ്റ്റിച്ച് ഇട്ടല്ലേ ഇത് തുടങ്ങിയത്. അതുകൊണ്ടാണ് ഈ 5 ഇതളെങ്കിലും നമുക്ക് കിട്ടിയത്. ഇച്ചിരി കൂടെ കൂട്ടിയിടുവാണെങ്കിൽ കുറച്ചുകൂടി ഇതൾ കിട്ടും. പക്ഷേ ഇത്രയും നന്നായിട്ട് പെർഫെക്ഷനായിട്ട് കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് നമ്മൾ 7 സ്റ്റിച്ചോ അല്ലെങ്കിൽ 6 സ്റ്റിച്ചൊക്കെ ഇട്ട് നമ്മളിതൊന്ന് പഠിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മളിതാ നമ്മുടെ പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 ഇതളുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു മെയിനായിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ഇതൾ നമ്മൾ ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ അത് വേറിട്ട് നിൽക്കും. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്ന ആ ലീഫിൻ്റെ അകത്തെ ആദ്യത്തെ സ്റ്റിച്ചിലൂടെ ഹുക്ക് കയറ്റി യാണ് അതുവഴി വലിച്ചെടുക്കുക. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക ആണ് ചെയ്യുന്നത്. സ്ലിപ്പ് നോട്ടും സ്ലിപ്പ് സ്റ്റിച്ചും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഷോർട്സിനകത്ത് ഇട്ടേക്കാം, ഷോർട്സ് വീഡിയോ ആയിട്ട്. എന്നിട്ട് നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി ഇടുക. അതായത് നമ്മളിത് മൊത്തം പോകാതിരിക്കാൻ നോക്കണ്ട, അതായത് എൻഡിൽ ഒരു കെട്ട് വരുത്താൻ വേണ്ടി. എന്നിട്ട് നമ്മൾ ആ ത്രെഡ് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഈ യാണ് ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞ് ഒന്ന് പുള്ള് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ കെട്ട് ഇവിടെ വീണിരിക്കുന്നു. ചിലരൊക്കെ ഇതിന് കടുങ്കെട്ടെന്നൊക്കെ പറയും. അതുപോലെ ഒരു കടുങ്കെട്ട് വീണു. ഇനി നമ്മളിതാ ഈ 2 കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള കുറേ ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഹെയർ ബാൻഡ്സിലൊക്കെ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അല്ലാണ്ട് നമ്മുടെ വാളിനകത്ത് ഡെക്കറേഷൻസൊക്കെ ആയിട്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ചുകളൊന്നും മറക്കാതിരിക്കുക. നമുക്ക് ഏറ്റവും നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചുകളാണ് ഈ ഒരു ഫ്ലവറിലുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഞാനിനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ.